ഹലോ, കഴിഞ്ഞ ദിവസം കഴിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 2 വർക്ക് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ സിമ്പിൾ പൊസിഷനാണ്. ആക്ച്വലി നിങ്ങൾ ഇത്രയും വരച്ചിട്ടുണ്ടാവും, സൈഡ് വ്യൂ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകത്തില്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, സെക്ഷണൽ ടോപ്പ് വ്യൂ ആൻഡ് സെക്ഷണൽ സൈഡ് വ്യൂ കൂടെ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് വരച്ചവർ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൈഡ് വ്യൂയും കൂടെ അതിൻ്റെ കൂടെ വരയ്ക്കുക. സൈഡ് വ്യൂ വരയ്ക്കാനായിട്ട് മേളിലായിരിക്കും നിങ്ങൾ വരച്ചേക്കുന്നത്. സോ സൈഡ് വ്യൂ വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാവും. സൈഡ് വ്യൂ വരയ്ക്കാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരിക്കും. സോ ഒന്നുകൂടെ പറയുന്നു, ജസ്റ്റ് ബ്രീഫായിട്ട് പറയുകയാണ്. ഈ പ്രൊഫൈൽ പ്ലെയിൻ ആദ്യം വരയ്ക്കുക. സോ ഈ സിമ്പിൾ പൊസിഷനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് പ്രൊഫൈൽ പ്ലെയിൻ വരയ്ക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് വേണമെങ്കിലും വരയ്ക്കാം, ഇച്ചിരി ഡിസ്റ്റൻസ് വരയ്ക്കാം. ഡിസ്റ്റൻസിൽ വരച്ചാൽ സൈഡ് വ്യൂ അത്രയും കൂടെ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ബാക്കി വരയ്ക്കുന്നത് ഇവിടുത്തെ ടോപ്പ് വ്യൂവിലെ എല്ലാ പോയിൻറ്റ്സിനെയും ഈ 45 ഡിഗ്രി ലൈനിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ B2 വരുന്നു, 45 ഡിഗ്രി ലെവലിന് വരുന്നു, നേരെ മേലോട്ട് പോകുന്നു B2 ലൈൻ. അതിൽ B മേളിലാണ്. സോ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം P" കിട്ടും. 2 താഴെയാണ്. സോ 2". സിമിലർലി ഇത് C3 പോയിൻ്റാണ്. C3 ലൈൻ 45 ഡിഗ്രി ലൈൻ ഇവിടെ വരുന്നു, നേരെ മേലോട്ടും പോകുന്നു. C മേളിലാണ്. സോ C", ഇവിടെ 3". ദെൻ A1, A1", A". D ആൻഡ് 4. സോ 4D. അങ്ങനെ നമുക്ക് D ഇവിടുന്ന് 4 കറസ്പോണ്ടിങ് ഇവിടുന്ന് 45 ഡിഗ്രി അങ്ങോട്ട് പോകുന്നു, ഇവിടുന്ന് മാച്ച് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടും. പിന്നെ സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ ഉള്ളത് ഈ ലൈൻ ഇൻവിസിബിൾ ലൈനാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ഇൻവിസിബിലിറ്റി നോക്കുന്നത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഈ പോയിൻ്റ് വിസിബിളാണ്, ഇതും വിസിബിളാണ്. B2 ആയിരിക്കും ഇൻവിസിബിൾ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ B2 ഇൻവിസിബിളായിട്ട് വരച്ചത്. സിമിലർലി ഇപ്പം ഞാൻ വരച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് വ്യൂ LSV ആണ്. ദാറ്റ് മീൻസ് ഈ സിമ്പിൾ പൊസിഷനിലുള്ള സോൾഡിൻ്റെ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ, ഇവിടെ നിന്ന് നോക്കിയാൽ എന്താണോ കാണുന്നത് അതാണ് ആക്ച്വലി വരച്ചേക്കുന്നത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം എക്സ്ട്രീം പോയിൻറ്റ്സ്. ഇവിടെ നിന്ന് ഒരാൾ നോക്കുന്നതായിട്ട് അസ്യൂം ചെയ്താൽ ഈ പോയിൻറ്റും ആയിരിക്കും കാണാൻ പറ്റും. ഈ 3 പോയിൻറ്റ്സ് വിസിബിൾ ആയിരിക്കും. ഇൻവിസിബിൾ പോയിൻറ്റ് ഈസ് ദിസ് C3. സോ C3 ഈസ് ഇൻവിസിബിൾ ലൈൻ. സോ അതുകൊണ്ടാണ് സൈഡ് വ്യൂവിൽ C3 എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ട്. സോ ഫ്രണ്ട് വ്യൂവിൽ വരുമ്പം 2B ആണെങ്കിൽ സൈഡ് വ്യൂവിൽ ഇൻവിസിബിൾ വരുന്ന C3 എന്ന് പറയുന്ന അല്ലെങ്കിൽ 3C എന്ന് പറയുന്ന ഈ വെഡ്ജ്. സോ ഇവിടെ നോക്കുമ്പോൾ ഈ പോയിന്റ് കാണില്ല, അതുകൊണ്ടാണ് ഇൻവിസിബിൾ വെഡ്ജ്. സോ അങ്ങനെ നിങ്ങൾ സൈഡ് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. സോ ഇനി നമുക്കിതിനകത്ത് അറിയേണ്ടത് സെക്ഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ സെക്ഷൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് സെൻറ്റൻസ് വായിച്ചു നോക്കുക. ഇത് ഞാൻ ക്വസ്റ്റിൻ്റെ ബ്രീഫ് എഴുതിയേക്കാണ്. സെക്ഷൻ പ്ലെയിൻ പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കണം. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു VP ആൻഡ് 35 ഡിഗ്രി ടു HP എന്നാണ്. ആൻഡ് 25 mm എബോവ് ദി ബേസ് പാസിംഗ് ത്രൂ ദി ആക്സിസ് 25 mm എബോവ് ദി ബേസ് എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടി പെർപെൻഡിക്കുലർ ടു VP. അപ്പോൾ പെർപെൻഡിക്കുലർ ടു VP എന്ന് പറയുമ്പോഴേ അറിയാം XY ലൈനിന് മേളിലായിരിക്കും. VP ആണെങ്കിൽ ഇവിടെ വേണം കട്ട് ചെയ്യാനായിട്ട്, XY ലൈനിന് മേളിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. പെർപെൻഡിക്കുലർ ടു HP ആണെങ്കിൽ XY ലൈനിന് താഴെ വേണം സിമ്പിൾ പൊസിഷനിൽ കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ക്വസ്റ്റിനിൽ പെർപെൻഡിക്കുലർ ടു VP ആണ്. ദാറ്റ് മീൻസ് എവിടെ ആയിരിക്കണം? എബോവ് XY ലൈൻ ആയിരിക്കണം കട്ട് ചെയ്യേണ്ടത്. സോ എബോവ് XY ലൈൻസ് ഇവിടെ കട്ട് ചെയ്യണം. ഇനി എത്ര ഡിഗ്രി വേണം? 35 ഡിഗ്രി ടു HP. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പം 35 ഡിഗ്രി ചരിഞ്ഞ് വേണം ആ പ്ലെയിൻ ഇരിക്കാനായിട്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് എത്ര ഡിഗ്രി ആയിരിക്കണം? 35 ഡിഗ്രി ചരിഞ്ഞ് വേണം അത് ഇരിക്കാനായിട്ട്. ഇനി അതിൻ്റെ കൂടെ ഈ 35 ഡിഗ്രി ഏതുവഴി പോകണം? പാസിംഗ് പോയിന്റ് അതും തന്നിട്ടുണ്ട്. 25 mm എബോവ് ദി ബേസ് എലോങ് ആക്സ് ആണ്. സോ ഇവിടെ NM ഇതാണ് നമ്മുടെ ആക്സ് ലൈൻ. സോ ആക്സ് ലൈനിൽ ബേസിൽ നിന്ന് 25 mm മെഷർ ചെയ്യുന്നു. സോ 25 mm മെഷർ ചെയ്ത പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിൻ്റാണ്. സോ ആ പോയിന്റിൽ കൂടെ 35 ഡിഗ്രിയിൽ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുക. ദാറ്റ് മീൻസ് ട്രാക്ട് എടുത്ത് എത്ര ഡിഗ്രി എടുക്കണം? 35. സോ 35 മാർക്ക് ചെയ്തു. സോ 35 ഡിഗ്രിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? സെക്ഷൻ പ്ലെയിൻ വരയ്ക്കാനായിട്ട്. സോ ഇതാണ് നമ്മുടെ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതാണ്. സോ ഞാൻ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കാൻ പോവുകയാണ്. സെക്ഷൻ പ്ലെയിൻ വരച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 എൻഡ് ഡാർക്ക് ചെയ്യുക. നിങ്ങളടുത്ത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു. 2 എൻഡ് സെക്ഷൻ പ്ലെയിൻ്റെ ഡാർക്ക് ചെയ്യുക. ദെൻ ആരോ ഹെഡ് കൊടുക്കുക. ഏത് പോർഷനാണോ റിമൂവ് ചെയ്ത് അതറിയാൻ വേണ്ടി കോമൺ പോർഷൻ മേളത്ത് റിമൂവ് ചെയ്തു. സോ ആരോ ഹെഡ് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിമൈനിങ് പോർഷൻസുകൾ നിങ്ങൾ ഡാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ റിമൈനിങ് പോർഷൻസ് ഡാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ റിമൈനിങ് പോർഷൻ ഇതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത് വളരെ ലൈറ്റ് ആയിരിക്കണം. സോ റിമൈനിങ് പോർഷൻസ് ഈ എഡ്ജ് ഇവിടെ വരെ ഉള്ളൂ. 4D എന്ന് പറയുന്ന എഡ്ജ് ഇവിടെ വരെ ഉള്ളൂ. ദെൻ ഈ ഇൻവിസിബിൾ എഡ്ജ് ഇവിടെ വരെ മാത്രം നിങ്ങൾ ഡാർക്ക് ചെയ്യുക. പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പേനയാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഇത്രയും മാത്രമാണ് നമ്മുടെ സോൾഡ് ഉള്ളൂ. സോ റിമൈനിങ് എവിടെ വരെ എഡ്ജ് ഇതിന് മേലോട്ടുള്ള ലൈറ്റും താഴത്തെ പോർഷൻ എപ്പോഴും ഡാർക്കുമായിട്ട് വേണം ഇരിക്കാൻ. ആക്സിൽ ഒന്നും ചെയ്യേണ്ട, ബാക്കി മാത്രം ഞാൻ ഇച്ചിരി ഡാർക്കായിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി വിസിബിൾ ആകാൻ വേണ്ടി ഡാർക്കായിട്ട് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ.
സോ ഇത്രയും ഇത് കട്ട് ചെയ്ത് പോയി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെക്ഷണൽ പോയിൻറ്റ്സുകൾക്ക് നെയിം ചെയ്യുക. ഇപ്പോൾ സെക്ഷണൽ പോയിൻറ്റ്സുകൾ നെയിം ചെയ്യുമ്പോൾ നമ്മളിവിടെ A-B-2 ഇങ്ങനെയാണ് ഓർഡർ നെയിം ചെയ്തെങ്കിൽ അതേപോലെ തന്നെ നെയിമിങ്ങിലും കട്ട് ചെയ്യുമ്പോഴും നമ്മൾ അതേ ഓർഡറിൽ തന്നെ നെയിം ചെയ്യണം. സോ ഫസ്റ്റ് സെക്ഷൻ പോയിൻറ്റ് 1-A' കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ പോയിൻറ്റ് 1-A'. ഈ 1-A' ഈ എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് സെക്ഷൻ പോയിൻറ്റ് ഞാൻ പേര് കൊടുക്കുന്നു 1, ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് 1'. ഇനി അങ്ങോട്ട് പോകുമ്പം ഇത് 2B ലൈൻ, A1 കഴിഞ്ഞാൽ അടുത്ത B2 ആണ്. സോ 2B ലൈനിൽ കട്ട് ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് പോയിൻറ്റ് 2'. ദെൻ തേർഡ് പോയിൻറ്റ് നിങ്ങൾ വരുമ്പോൾ ഇവിടെ ആക്സ് ആണ്. നമ്മൾ ഒരിക്കലും ആക്സിസ് മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആക്സ് ഒരു ഇമാജിനറി ലൈനാണ്. സോ വി നോട്ട് കൺസിഡർ ദാറ്റ് വൺ. സോ നെക്സ്റ്റ് കീപ്പ് ഇൻ ടു ദിസ് വൺ. ദിസ് ഈസ് ആക്ച്വലി 4D ആണ്. സോ A-B-C കഴിഞ്ഞ് നമ്മൾ ഡിയിൽ വരുള്ളൂ. അല്ലെങ്കിൽ A-B-C-D വരണമെന്നുണ്ടെങ്കിൽ C കഴിയണം. നമ്മളിങ്ങനെ ഓർഡറിലാണ് നെയിം ചെയ്ത് പോകുന്നത്. സോ 1ഉം 2ഉം കഴിഞ്ഞാൽ 2 in B2 ആണ്. അപ്പോൾ അടുത്ത 3 വരേണ്ടത് C3യിലായിരിക്കണം 3 വേണ്ടത്. സോ ദിസ് ഈസ് തേർഡ് സെക്ഷൻ പോയിൻറ്റ്. ദെൻ D4 ഫോർത്ത് സെക്ഷൻ. ക്ലിയർ ആണോ? അല്ലാതെ ഇവിടുന്ന് ക്രമത്തിന് 1, 2, 3, 4 എന്നിങ്ങനെ ക്രമത്തിനല്ല നെയിം ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയായിരുന്നു ഓരോ എഡ്ജിലും വന്ന്. ഇപ്പം ഞാൻ നെയിം ചെയ്തേക്കുന്നത് ഇങ്ങനെ A-B-C-D. അപ്പോൾ A കഴിഞ്ഞാൽ അടുത്ത B കഴിഞ്ഞാൽ C കഴിഞ്ഞാൽ ഈ ഡിയുടെ ലൈനിൽ വരുള്ളൂ. ഇങ്ങനെ കറങ്ങി വേണം വരാനായിട്ട്. സോൾഡിനെ ചുറ്റി കറങ്ങി വേണം സെക്ഷൻ പോയിന്റ് വരുള്ളൂ. സോ ഇത് ഫോർത്ത് പോയിന്റ് ആയിരിക്കും ഇത്. ക്ലിയർ ആണോ? ഇനി ഓരോ പോയിന്റ്സിനും താഴോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഇവിടെ വളരെ എളുപ്പമാണ്. ഈ പ്രിസത്തിൻ്റെ കേസിൽ ഫുൾ ഏരിയ കട്ട് ചെയ്ത് വിടും. നോക്കി, ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ കട്ട് ചെയ്ത് വിട്ടുകൊണ്ട് ദാറ്റ് മീൻസ് മൊത്തം പോർഷൻ എന്ത് ചെയ്തു? മൊത്തം പോർഷനും കട്ട് ചെയ്ത് പോയി എന്നാണ്. ഇനി നമുക്ക് വേണേൽ സെക്ഷണൽ ടോപ്പ് വ്യൂ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ട് ചെയ്യാം. എങ്ങനെ വരും? ഫസ്റ്റ് പോയിന്റ് 1' എന്ന് പറയുന്നത് A'1 എന്ന് പറയുന്ന എഡ്ജിലാണ്. സോ 1' നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ? A'1 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് തന്നെ. അപ്പോൾ ഇവിടെ തന്നെ എന്ത് വരും? 1'. സെക്ഷൻ പോയിന്റ് 1ൻ്റെ ടോപ്പ് വ്യൂ. ഇനി സെക്ഷൻ പോയിന്റ് 2 എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ 2 and B, ഇൻവിസിബിൾ ലൈൻ ആയിട്ടുള്ള 2B എഡ്ജിലാണ്. സോ 2B എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ 2ഉം Bയും അല്ലെങ്കിൽ 2B. സോ ഇവിടെ തന്നെ ആയിരിക്കും എന്ത്? രണ്ടാമത്തെ നമ്മുടെ സെക്ഷൻ പോയിന്റ്. ദെൻ തേർഡ് സെക്ഷൻ പോയിന്റ് ഇൻ ബിറ്റ്വീൻ C3 ആണ്. C3 എന്ന് പറഞ്ഞാൽ ഇതാ എഡ്ജ് ഒരു പോയിന്റ്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ വരും എന്ത്? നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ പോയിന്റ്. 4 എന്ന് പറഞ്ഞാൽ D4ൽ. സോ D4 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും മൂന്നാമത്തെ. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കി, ഈ സെക്ഷൻ പോയിന്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ ക്ലോസ്ഡ് കോണ്ടൂർ തന്നെയാണ്. കാരണം എന്താ? മൊത്തത്തിൽ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ കട്ട് ചെയ്ത് പോയി. പ്രിസത്തിൻ്റെ കേസിൽ മൊത്തം കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ബേസിനെ കട്ട് ചെയ്യാതെ, ഇങ്ങനെ ബേസ് കട്ട് ചെയ്ത് പോകാതെ ഇങ്ങേ എൻഡ് മുതൽ ഇങ്ങേ എൻഡ് വരെ മൊത്തത്തിൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഫുൾ ഏരിയ ഹാച്ചിങ് വരുമെന്നർത്ഥം. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഈ സർഫസിന് 45 ഡിഗ്രി, ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ എഡ്ജിന് 45 ഡിഗ്രി ആയിട്ട് എന്ത് ചെയ്യുക? ഇതിനെ നിങ്ങൾ ഹാച്ച് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ ഞാൻ ഹാച്ച് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഹാച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ എടുത്തേക്കുന്നത്. സർഫസിന് ഈ ലൈനിന് 45 ഡിഗ്രി. ഹാച്ച് അത്ര ഇമ്പോർട്ടൻസ് അല്ല, നീറ്റായിട്ട് ഹാച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളത് ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ ഹാച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സോ ഈക്വൽ ഡിസ്റ്റൻസിൽ ഞാൻ എന്ത് ചെയ്തു? ഹാച്ച് ചെയ്തു. സോ ഇതാണ് എൻ്റെ സെക്ഷണൽ ടോപ്പ്. ഞാൻ ഡോട്ട് കൊടുത്തു. ദെൻ അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ പ്രൊജക്റ്റ് ചെയ്തു. ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്യുക? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ദെൻ ഇതിൻ്റെ മേളിൽ എഴുതുക സെക്ഷണൽ ടോപ്പ് വ്യൂ, STV. നിങ്ങൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഫുൾ സെൻറ്റൻസ് എഴുതണം. സെക്ഷണൽ ടോപ്പ് വ്യൂ ഫുൾ സെൻറ്റൻസ് നിങ്ങൾ എഴുതേണ്ടി വരും. അടുത്തത് ഇതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കാനായിട്ട്. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കിട്ടിയാൽ സൈഡ് വ്യൂ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഓരോ പോയിൻറ്റ്സിനും എന്ത് ചെയ്താൽ മതി? സൈഡിലെ കറസ്പോണ്ടിങ് എഡ്ജിലോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ മതി. ഇപ്പം എന്താ നോക്കിയേ, ഫസ്റ്റ് സെക്ഷണൽ പോയിൻറ്റ് 1 എവിടെയാണ്? ഇൻ A and 1 എന്ന് പറയുന്ന ഈ എഡ്ജിലാണ് 1. അപ്പോൾ 1 ഈസ് ഇൻ A1 എഡ്ജ്. സോ അതെന്ത് ചെയ്യണം? സൈഡ് വ്യൂവിൽ അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ആ A1നെ സെക്ഷൻ പോയിൻറ്റ് 1നെ സൈഡിലോട്ട് ലൈറ്റ് ലൈൻ ഉപയോഗിച്ച് പ്രൊജക്റ്റ് ചെയ്യുക. എവിടെ വരെ പോകണം? A1. ഇവിടെ A1 ഇവിടെ. സോ A1 എവിടെയാണോ A1 എഡ്ജിലാണ് 1. സോ സൈഡ് വ്യൂവിൽ പോകുമ്പോഴും അത് A1 1ൽ വരണം. സോ ഇതായിരിക്കണം നമ്മുടെ സൈഡ് വ്യൂവിലെ സെക്ഷണൽ പോയിന്റ് 1. സോ 1 ഡബിൾ ഡാഷ്, സൈഡ് വ്യൂ 1 ഡബിൾ ഡാഷ്. 2 ഈസ് ഇൻ ബിറ്റ്വീൻ B and 2 എഡ്ജ്. സോ ഇവിടെ B2 എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ് B2 എഡ്ജ്. സോ ആ 2 ചെയ്യുമ്പോൾ എവിടെ വരെ പോകണം? B2 എഡ്ജ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് B2 എഡ്ജ്. സോ B2 എഡ്ജ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോറി, ഇവിടെയല്ല, ഇവിടെ B2 എഡ്ജ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സെക്ഷണൽ പോയിന്റ്
2 ഡബിൾ ഡാഷ് B2 ഇതല്ല B2 ഇവിടെ വരും. ദെൻ ഇവിടെ 3 നോക്കാം. C3യിലാണ് 3. സോ ഇവിടെ C3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവിസിബിൾ ലൈൻ ആയിരുന്നു. സോ ഇൻവിസിബിൾ ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? തേർഡ് സെക്ഷണൽ പോയിന്റ് 3 ഡബിൾ ഡാഷ്. ദെൻ ഫോർത്ത് സെക്ഷൻ പോയിന്റ് ഈസ് ഇൻ D4 ആണ്. സോ ഈ ലാസ്റ്റ് എൻഡിലാണ് D4 എഡ്ജ്. സോ ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ D4 എഡ്ജ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ D4 എഡ്ജ്. സോ ദിസ് ഈസ് ഫോർത്ത് സെക്ഷൻ പോയിന്റ് 4 ഡബിൾ ഡാഷ്. ഇവിടെ ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ നോക്കി കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കോണ്ടൂർ കിട്ടും. സെക്ഷണൽ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. സോ 1 ഡബിൾ ഡാഷ് 2 ഡബിൾ ഡാഷ്, ദെൻ 2 ഡബിൾ ഡാഷ് 3 ഡബിൾ ഡാഷ്, 3 ഡബിൾ ഡാഷ് 4 ഡബിൾ ഡാഷ്, ദെൻ 4 ടു കറസ്പോണ്ടിങ് 1. സോ ഇതാണ് നമ്മുടെ സെക്ഷണൽ ടോപ്പ് വ്യൂ. ഇപ്പോൾ വിസിബിലിറ്റി, ഇതിന് മേളിലുള്ള ഈ പോർഷൻസുകളെല്ലാം ആക്ച്വലി എന്താണ്, ഇത് റിമൂവ് ചെയ്ത് പോയതാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഈ കോഴ്സ് കോണ്ടൂറിന് മേളിലുള്ളതെല്ലാം എന്തായിരിക്കും, റിമൂവ് ചെയ്ത് പോയതാണ്. സോ അതിൻ്റെ ബോട്ടം പോർഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഡാർക്ക് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്ജ് ഈ 2 വരെ ഉള്ളൂ. സോ അത് ഞാൻ ഡാർക്ക് ചെയ്യുന്നു. ഈ ഡോട്ടഡ് എഡ്ജ് ഇവിടെ വരെ ഉള്ളൂ. സോ ഡോട്ടഡ് എഡ്ജ് അവിടെ വരെ മാത്രം ഞാൻ ഡാർക്ക് ചെയ്യുന്നു. ഇവിടെ വരെ ഉള്ളൂ, മേലോട്ട് ഡാർക്ക് ചെയ്യുന്നില്ല. ദെൻ ഈ ഫസ്റ്റ് വണ്ണിൻ്റെ എഡ്ജ് ഇവിടെ വരെ ഉള്ളൂ. സോ അത് ഡാർക്ക് ചെയ്തു. ഇത് 4 വരെ ഡാർക്ക് ചെയ്യണം. ബേസ് ഡാർക്ക് ചെയ്യുന്നു. സെക്ഷണൽ ടോപ്പ് വ്യൂ എന്ത് ചെയ്യണം, അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, ഹാച്ച് ചെയ്യാം. ഹാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്തുള്ള ലൈൻസുകൾ, ഇപ്പോൾ ഓരോ കൺസ്ട്രക്ഷൻ ലൈൻസ് ഇതിനകത്തുണ്ട്, നിങ്ങൾക്കത് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് ഹാച്ച് ചെയ്യാം. കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ഹാച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല സെക്ഷണൽ ടോപ്പ് വ്യൂ കിട്ടും. സോ ഇത് സെക്ഷണൽ ടോപ്പ് വ്യൂ, സെക്ഷണൽ സൈഡ് വ്യൂ ആണ്. സോ ഡോട്ട് കൊടുക്കുന്നു. അതിൻ്റെ നെയിമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. ദെൻ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ദിസ് ഈസ് സെക്ഷണൽ സൈഡ് വ്യൂ. ഇത് സെക്ഷണൽ സൈഡ് വ്യൂ ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ സർഫസ് കാണുന്നതാണ്. ഇത് ഇങ്ങനെയാണ് അയാൾക്ക് ആ സർഫസ് വിസിബിൾ ആകുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ റിമൈനിങ് പോർഷൻസുകൾ നല്ലപോലെ ഡാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പെൻസിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ആയിരിക്കും വളരെ ലൈറ്റായിട്ട് വരച്ചാൽ മതി. സെക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയത്തുള്ളൂ ഏതൊക്കെ പോർഷൻസ് ആണ് ഇതിൽ വിസിബിൾ, ഏതൊക്കെയാണ് ഇൻവിസിബിൾ. ഇനി അടുത്ത ട്രൂ ഷേപ്പ് വരയ്ക്കാം. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ കഴിഞ്ഞ ദിവസം നമുക്ക് പറഞ്ഞാണ്, ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പാരൽ ലൈൻസ് വരയ്ക്കാം. സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരൽ ലൈൻസ് വരച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൂ ഷേപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ട്രൂ ഷേപ്പ് വരയ്ക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സെക്ഷൻ പ്ലെയിനിന് പാരലായിട്ട് ഒരു പാരൽ ലൈൻ, സെക്ഷൻ പ്ലെയിനിന് പാരലായിട്ട് ഒരു പാരൽ ലൈൻ ഈ പോയിന്റിന് ഇച്ചിരി മേളിലായിട്ട് വരയ്ക്കുന്നു. ഓവർലാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി വരയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്തായാലും ഒരു കുഴപ്പവുമില്ല. സ്പേസ് അങ്ങോട്ടാക്കാൻ വേണ്ടി പാരൽ ലൈൻ വരച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന് പേര് കൊടുക്കാം, X1 Y1 എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഇനി വേണ്ടുന്ന എല്ലാ ലൈൻസിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. ഈ സാധനം ഉണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. സോ 1 ഡാഷിൽ നിന്ന് 2 ഡാഷിൽ നിന്നും 3 ഡാഷിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഈ പോയിൻ്റ് എന്താണ്, 90 ഡിഗ്രിയാണ്. സോ 1ൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ, ദെൻ നെക്സ്റ്റ് 2ൽ നിന്നുള്ളത്, ദെൻ 4ൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ, ദെൻ 3ൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ. സോ എല്ലാ സെക്ഷണൽ പോയിൻറ്റ്സിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചു. ഇനി ഡിസ്റ്റൻസ് എടുക്കുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. എങ്ങനെയായിരുന്നു നമ്മൾ ഡിസ്റ്റൻസ് എടുത്തുകൊണ്ടിരുന്നത്? XY ലൈനിൽ നിന്ന് 1 വരെയുള്ള ഡിസ്റ്റൻസ്. ഇതാണ് ഇവിടെ മുതൽ ഈ സെക്ഷൻ പോയിൻ്റ് ടോപ്പ് വ്യൂ വരെയുള്ള 1 വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ കോമ്പസ് എടുത്തു. സോ ഈ ഡിസ്റ്റൻസാണ് ഞാനിപ്പോൾ കോമ്പസ് എടുത്തേക്കുന്നത്. ദെൻ 1ൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈനിൽ പുതിയ ലൈനിൽ നിന്ന് വേണമെങ്കിൽ വരയ്ക്കാം. സോ ഇതാണ് പുതിയ ലൈൻ. സോ പുതിയ ലൈനിൽ നിന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തത് XY ലൈനിൽ നിന്ന് 2 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസ് എടുക്കുന്നു. സോ ഈ ചെറിയ ഡിസ്റ്റൻസ് കോമ്പസ് എടുക്കുന്നു. ഈ ചെറിയ ഡിസ്റ്റൻസ് XY ലൈൻ 2 വരെയുള്ളൂ. 2ൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈനിൽ പുതിയ ലൈനിൽ നിന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇതിലൂടെ പേരൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ഇതെന്താണ്, ട്രൂ ഷേപ്പിൻ്റെ 1, ഇത് ട്രൂ ഷേപ്പിൻ്റെ 2 എന്ന് പറയുന്ന പോയിൻറ്റ്. അടുത്ത് 3 കിട്ടാനായിട്ട് XY ലൈനിൽ എന്ത് ചെയ്യണം, 3 വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടെ മാറിപ്പോരുത്. ഇതാണ് XY ലൈനിൽ 3 വരെയുള്ള ഡിസ്റ്റൻസ്. കോമ്പസ് ലൈൻ എടുത്തു.
അടുത്ത ഇത് 4ൻ്റെ പെർപെൻഡിക്കുലർ ലൈനാണ്. സോ 3യുടെ പെർപെൻഡിക്കുലർ ലൈനിൽ അതുകൊണ്ട് മാർക്ക് ചെയ്യാവുള്ളൂ. എടുക്കുന്ന ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം, മാറിപ്പോകരുത്. ദെൻ എക്സ് വൈ ലൈനിൽ നിന്ന് 4 വരെയുള്ള ഡിസ്റ്റൻസ്, വലിയ ഡിസ്റ്റൻസ് ആണിത്. സോ ഈ ഡിസ്റ്റൻസ് ഞാൻ കോമ്പസ് എടുക്കുന്നു. എക്സ് വൈ ലൈൻ മുതൽ 4 വരെയുള്ള ഡിസ്റ്റൻസ്. ദെൻ 4ൻ്റെ പെർപെൻഡിക്കുലർ, ഇതാണ് 4ൻ്റെ പെർപെൻഡിക്കുലർ ലൈനിൽ പുതിയ ലൈനിൽ നിന്ന് മാർക്ക് ചെയ്യുന്നു. സോ ഈ കിട്ടിയ പോയിൻറ്റ്സുകളെല്ലാം കണക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ട്രൂ ഷേപ്പ്. ഇത് 1 2, ഇത് 3, ഇത് 4. ഇത് കണക്ട് ചെയ്യുന്നതാണ് ആക്ച്വലി അതിൻ്റെ ക്രോസ് സെക്ഷൻ, ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത്. സോ 1 2 2 3 ഇതാണ് ട്രൂ ഷേപ്പ്. ട്രൂ ഷേപ്പ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ഹാച്ച് ചെയ്യുക. സോ അതും ഹാച്ച് ചെയ്യുക. ഈക്വൽ ഡിസ്റ്റൻസിൽ നിങ്ങൾ ടൈം എടുത്ത് നീറ്റായിട്ട് ചെയ്യണം. ഞാൻ പെട്ടെന്ന് വരയ്ക്കുന്നതേ ഉള്ളൂ. സോ ഡോട്ട് കൊടുക്കുന്നു, ദെൻ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ലൈൻ മാർക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് ട്രൂ ഷേപ്പ്. സോ ഇതാണ് ക്രോസ് സെക്ഷൻ ഇവിടെ നോക്കിയാലുള്ള ട്രൂ ഷേപ്പ്. ദിസ് ഈസ് ആക്ച്വലി ഫസ്റ്റ് പ്രോബ്ലം. ഇനി ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. ഒന്ന്, ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്തിരിക്കണം. 35 ആയിരുന്നു, അത് മാർക്ക് ചെയ്യണം. ദെൻ ഇവിടെ 30 ഉണ്ട്. ദെൻ ഇതിൻ്റെ ഹൈറ്റ്, സോൾഡിൻ്റെ ഹൈറ്റ് നിങ്ങൾ മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനകത്ത് ബേസ് എഡ്ജ് മാർക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ബേസ് എഡ്ജ് മാർക്ക് ചെയ്യുക. എത്രയായിരുന്നു ബേസ് എഡ്ജ്? എത്രയായിരുന്നു? 30. സോ 30 ബേസ് എഡ്ജ് കറക്റ്റ് ആസ് യൂഷ്വൽ ഫോർമാറ്റിൽ മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ വേണമെങ്കിലും ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ നിങ്ങൾ ഡയമെൻഷൻ ചെയ്യാവുള്ളൂ. സോ ഞാനിപ്പോൾ ഇവിടെ ഡയമെൻഷൻ ചെയ്യുവാണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഹൈറ്റ് 60 ആയിരുന്നു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഡയമെൻഷൻ ചെയ്യാനായിട്ട്. സോ ആംഗിൾ മാർക്ക് ചെയ്യുക, ഡയമെൻഷൻ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം.